ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന വണ്ടി ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ടേസർ എന്ന് പറഞ്ഞ വണ്ടിയുടെ എസ് വേരിയൻ്റ് വണ്ടിയാണ്. ഇതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഹാലജൻ ഹെഡ് ലാമ്പാണ് വരുന്നത്. കൂടെ തന്നെ നമുക്ക് സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതുപോലെ ചെറിയ LED BR കാണാൻ കഴിയും. ടൊയോട്ടയുടെ ജെനുവിനായിട്ടുള്ള എപ്പിസോഡ് ഗ്രില്ല് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ബാഡ്ജിങ്, അതിനോടൊപ്പം തന്നെ ചെറിയൊരു മെറ്റൽ ഫിനിഷിൻ്റെ ഒരു ലൈനിങ്ങും ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ട്. ഒരു സബ് കോമ്പാക്ട് SUV മോഡൽ വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു 16 ഇഞ്ച് ടയറിൻ്റെ സ്റ്റീൽ വീൽ ടയർ നമുക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഔട്ട് സൈഡ് റിയർ വ്യൂ മിററിലാണെങ്കിൽ ടേൺ ഇൻഡിക്കേറ്ററും ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ നമുക്ക് മേളിൽ റൂഫിൽസിന് ചെറിയൊരു നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൈഡ് നോക്കാമെങ്കിൽ നമുക്ക് ബോഡി കളേർഡ് ഹാൻഡിലാണ് വരുന്നത്. അതുപോലെ കീലെസ് അല്ല, വിത്ത് കീ ഉപയോഗിച്ച് തുറക്കാൻ പറ്റുന്ന ഹാൻഡിലാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ അത്യാവശ്യം പ്രീമിയം ലുക്കിൽ തന്നെയുള്ളൊരു ഷാർപ്പിൻ്റെ ആൻറ്റിനയും വരുന്നുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ വണ്ടികൾക്കെല്ലാം അത് ഉപയോഗിക്കുന്നുണ്ട്. ബ്രസയൊക്കെ ആണെങ്കിൽ ഒരു കോമ്പാക്ട് SUV രീതി ഇറങ്ങുന്ന വണ്ടികൾക്കെല്ലാം ഷാർപ്പിൻ്റെ ആൻറ്റിനാണ് ഉപയോഗിക്കുന്നത്. ബൈക്കിലേക്ക് വരാമെങ്കിൽ നമുക്ക് ടേസറിൻ്റെ ബാഡ്ജിങ് ഉണ്ട്, സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. ഒരു ഓഫ് റോഡിങ് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വണ്ടി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ എസ് വേരിയൻറ്റിൻ്റെ ഒരു എംബ്ലം കാണാൻ കഴിയുന്നുണ്ട്. ഇനി സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഡിക്കി തുറക്കുകയാണെങ്കിൽ നമുക്ക് 308 ലിറ്റർ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വണ്ടിക്ക് വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഔട്ട് സൈഡിലെ വണ്ടിയുടെ പ്രൊഫൈൽ. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കടക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഡോർ ഹാൻഡിൽ തന്നെ നമുക്ക് നാല് സൈഡ് വിൻഡോ ഓപ്പൺ അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ തന്നെ ഔട്ട് സൈഡ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾസ്, അത് ഐഡിയൽ സ്റ്റൈൽ സ്റ്റോപ്പ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ വണ്ടിയിലെ സിസ്റ്റം വരുന്നത് കൊണ്ട് തന്നെ നമുക്കിതിനകത്ത് അതിൻ്റെ കോൾ കട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് എല്ലാം സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ AC, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അത്യാവശ്യം ഒരു ബക്കറ്റ് സീറ്റാണ് നമുക്ക് വണ്ടിക്ക് വരുന്നത്. നല്ല കംഫർട്ടായ സീറ്റിംഗ് പൊസിഷനാണ് വണ്ടിക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 2 USB ചാർജിങ് സ്പോട്ട് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇതുപോലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആംറസ്റ്റ് വണ്ടിക്ക് എസ് വേരിയൻറ്റിലേക്ക് വരുന്നില്ല, എക്സ്പ്രസ്സിലേക്ക് വരുമ്പോൾ ആംറസ്റ്റ് ആഡായിട്ട് വരുന്നുണ്ട്. ഇനി ബാക്കിലേക്ക് നോക്കാമെങ്കിൽ നമുക്ക് ഈ ബാക്കിൽ AC വെൻ്റ് നമുക്ക് അവൈലബിൾ അല്ല. ഓട്ടോ AC ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് നമുക്ക് ബാക്കിൽ കിട്ടുന്നുണ്ട്. ചെറിയ സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ചാർജിങ് സോക്കറ്റും നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എൻജിൻ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം ഈ മൈലേജ് കിട്ടുന്നൊരു എഞ്ചിനാണ്. അതുപോലെ തന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് നമുക്ക് വരുന്നത്. ഒരു 20-22 സുഖമായിട്ട് മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 1 ലിറ്റർ ടർബോ എഞ്ചിനും ഈ വണ്ടിക്ക് വരുന്നുണ്ട്. 1 ലിറ്റർ ടർബോ എഞ്ചിനും വരുന്നുണ്ട്. അതിൻ്റെ നമുക്ക് ടോപ്പ് 2 വേരിയൻസ് ആയിട്ടുള്ള GV വേരിയൻസിനാണ് നമുക്ക് ഈ വണ്ടിയുടെ ടർബോ എഞ്ചിൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു 16-18 ഒരു മൈലേജ് കിട്ടി. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് വണ്ടി കൊണ്ടുനടക്കാനും പറ്റും. ബൈക്കിൽ ഇതുപോലെ സ്പോയിലർ കയറ്റിയാലും പിള്ളേർ ചിട്ടി കിടക്കുന്നൊരു വണ്ടിയാണത്. വണ്ടി കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ചെയ്യുക.